ഓശാന തിരുനാൾ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട തിരുനാളാണ്. നമ്മളിങ്ങനെ കാത്തിരുന്ന് യോലയൊക്കെ വാങ്ങിച്ച് ഓശാനയുടെ ആ ഗീതങ്ങളോട് ചേർന്ന് പള്ളി ചുറ്റി പ്രദക്ഷിണമായി നീങ്ങി ഹന്നാൻ വാതിൽക്കൽ വന്നിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ കാത്തു നിന്ന് കഴിയുമ്പോൾ ഏറ്റവും ഒടുക്കം വികാരിച്ചം വന്ന് കയ്യിൽ പിടിച്ചിരിക്കുന്ന മരക്കുരിശു കൊണ്ട് ഈ ഹന്നാൻ വാതിൽക്കൽ 3 ആവർത്തി മുട്ടി സങ്കീർത്തനം ഏറ്റു പറഞ്ഞ് 3-ാമത്തെ മുട്ട് കഴിയുമ്പോൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറും. ഇത് കേവലം ഒരു ആചാരം മാത്രമാണെന്ന് ആരും വിചാരിക്കരുത്. ദൈവശാസ്ത്രമാണ് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന് രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിന് രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. സമാധാനത്തിന്റെ രാജാവ് മിശിഹ തമ്പുരാൻ ദേ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ഈ ദേവാലയത്തിലേക്ക്, ലോകം മുഴുവനിലേക്കും പ്രവേശിക്കുന്ന നേരത്ത് വാതിലുകളെ തുറന്ന് നമ്മൾ ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കും. മനുഷ്യകുലം മുഴുവൻ കർത്താവിനോട് കൂടെ വാതിലിന്റെ പുറത്തു നിൽക്കുകയാണ്. കുരിശില്ലാതെ, കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ഈ വാതിൽ അടഞ്ഞു കിടക്കുക തന്നെ ചെയ്യും. കുരിശു നമുക്കായി വാതിൽ തുറന്നു തരുന്നു. ഈ കർമ്മത്തിൽ ഹന്നാൻ വാതിൽ തുറക്കുമ്പോൾ പറുദീസ നമ്മുടെ മുമ്പിൽ തുറക്കുന്നതായിട്ട് കാണണം. കുരിശ് താക്കോലാകുകയാണ്. ഈ നേരത്ത് നമ്മുടെ ദേവാലയത്തിന്റെ ആ കെട്ടിടം സ്വർഗമാണ്. വൈദികൻ താക്കോൽ കൊണ്ടല്ല അടഞ്ഞു കിടന്ന വാതിൽ തുറന്നത്, മറിച്ച് കുരിശുകൊണ്ട്. കുരുത്തോല കൈകളിൽ പിടിച്ച് പ്രദക്ഷിണമായി നമ്മൾ നീങ്ങുമ്പോൾ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ യാത്രയാണത്. സ്ലീവായുടെ പിന്നാലെ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഒരു ജനം തീർത്ഥാടനം നടത്തുകയാണ്. ആ തീർത്ഥാടനമാണ് എങ്ങോട്ട് വന്ന് കയറേണ്ടത്? അടഞ്ഞു കിടക്കുന്ന ഹന്നാൻ വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഹന്നാൻ വാതിൽ തുറക്കുമ്പോൾ അത് ഉയർപ്പിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കണം. കുരിശാണ് രക്ഷ. കുരിശിലൂടെയാണ് അടഞ്ഞു കിടന്ന വാതിൽ തുറന്നതെങ്കിൽ നമ്മളും നമ്മുടെ കുരിശെടുത്താണ് കർത്താവ്. നാളെ ആ കുരുത്തോല പിടിക്കുമ്പോൾ ആ കുരുത്തോലയിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ നിഴല് വീണ് കിടപ്പുണ്ടെന്ന് ധ്യാനിക്കണേ. ഈ കുരുത്തോലയിൽ നീ അനുഭവിക്കുന്ന സഹനങ്ങളുടെ നിഴല് കാണണേ. ആ സഹനം, ആ കണ്ണീരാണ് കർത്താവ് തുറന്നു വന്ന വഴിയെ കയറാനുള്ള യോഗ്യത. സഭ തീർത്ഥാടക സഭയായി കൂട്ടായ്മയിലല്ലേ അകത്തേക്ക് കയറുന്നത്? അതിൻ്റെ അർത്ഥം സ്വർഗപ്രവേശനം ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഒറ്റയ്ക്കല്ല, മറിച്ച് നമ്മൾ കൂട്ടായ്മയിലാണ് ഹന്നാൻ വാതിൽ കടക്കുന്നതെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മൾ തീർത്ഥാടനം ചെയ്യേണ്ടത്, യാത്ര ചെയ്യേണ്ടത് ഇതേ കൂട്ടായ്മയിലാണെന്ന് തിരിച്ചറിയണേ. നമ്മുടെ നിയോഗങ്ങളെയൊക്കെ കർത്താവിന് സമർപ്പിച്ച് ഈ വലിയ ആഴ്ചയിലേക്ക്, ആഴ്ചയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. ആമേൻ.